അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വളരെ ആധികാരികമായ ചർച്ചയിലൂടെ ഷബാബ് എന്ന ഇസ്ലാമിക പ്രസിദ്ധീകരണം ഈ കാലഘട്ടങ്ങളിൽ 50 വർഷത്തെ അനുസ്യൂതമായ അതിൻ്റെ പ്രയാണത്തിൽ അത് ഇടപെട്ട മേഖലകളെക്കുറിച്ച് വളരെ പരിമിതമായ വിധത്തിലാണ് നാം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ സംവിധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന നിലയ്ക്ക് തന്നെ അതിൽ വരുന്ന അപജയങ്ങളെക്കുറിച്ചും കുടുംബ സംവിധാനത്തിൽ വന്നു ചേർന്നിട്ടുള്ള ജീർണതകളെക്കുറിച്ചും സ്ത്രീധനമെന്ന മഹാവിപത്തിനെക്കുറിച്ചും എയ്ഡ്സ് കുടുംബ സംവിധാനം തകർക്കുന്നതാണ് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ കൃത്യമായി തന്നെ ഷബാബിൻ്റെ താളുകളിൽ വന്നിട്ടുണ്ട്. എല്ലാവിധ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ജീർണതകൾക്കും കലഹങ്ങൾക്കുമൊക്കെ ഒരു പ്രധാന കാരണം കുടുംബ സംവിധാനത്തിൻ്റെ അപജയങ്ങളാണ് എന്ന തിരിച്ചറിവിൽ തന്നെ 2008 ISM സ്വസ്ഥ കുടുംബം സുരക്ഷിത സമൂഹം എന്ന ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി ഫാമിലി ക്യാമ്പയിൻ പതിപ്പ് തന്നെ ഷബാബ് ഇറക്കുകയുണ്ടായി. മത സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖരുടെ എല്ലാം രചനകൾ ആ ഷബാബിൻ്റെ ഫാമിലി പതിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ സദാചാര ബോധത്തോടു കൂടിയുള്ള ജീവിതത്തിന് ഊന്നൽ നൽകുന്ന വ്യത്യസ്തമായ രചനകളും അതേപോലെയുള്ള കാലിക പ്രസക്തമായിട്ടുള്ള മറ്റ് അനേകം പ്രസിദ്ധരായ ആളുകളുടെ എഴുത്തുകളുമൊക്കെ ഷബാബിൽ കൃത്യമായി തന്നെ വരികയുണ്ടായി. ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ ഒരു വിഭാഗത്തെ മാത്രം അരികുവൽക്കരിക്കുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ നീതിപീഠങ്ങൾ പോലും മതസൗഹാർദ്ദത്തിൻ്റെ അടിത്തറയ്ക്ക് തുരങ്കം വെക്കുന്ന സന്ദർഭത്തിൽ മതനിരപേക്ഷത, മതസൗഹാർദ്ദം എന്നിവയെക്കുറിച്ചുള്ള ലേഖനങ്ങളും ചർച്ചകളുമൊക്കെ കൃത്യമായി ഷബാബിൽ വന്നു എന്നത് ഒരു വസ്തുതയാണ്. മാത്രമല്ല, മതസൗഹാർദ്ദത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സന്ദർഭത്തിൽ എല്ലാ നിലക്കും കൈവിട്ടു പോകുന്ന ഒരവസരത്തിൽ എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന തിരിച്ചറിവുകൾ നൽകുന്നതിൻ്റെ ഭാഗമായി കാത്തുവയ്ക്കാം സൗഹൃദ കേരളം എന്ന ക്യാമ്പയിനിൽ എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് വളരെ നല്ല ഒരു പ്രോഗ്രാം, ഒരു സമ്മേളനം തന്നെ നടത്തുവാൻ ISMന് സാധിച്ചു. അതിൻ്റെയും പതിപ്പ് ഷബാബ് ഇറക്കുകയുണ്ടായി. എല്ലാ കാലത്തേക്കും മുതൽക്കൂട്ടാകുന്ന മനുഷ്യ സമൂഹത്തിന് തിരിച്ചറിവുകൾ നൽകുന്ന വ്യത്യസ്തമായ പഠനാർഹങ്ങളായ തിരിച്ചറിവുകൾ നൽകുന്ന ലേഖനങ്ങളിലൂടെ ഷബാബ് എന്നും നമ്മുടെ സമൂഹത്തിനൊരു മുതൽക്കൂട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാലോചിതവും സമുചിതവുമായ ഇടപെടലുകളിലൂടെ അക്ഷര കൈരളിയോടെ ആത്മാർത്ഥതയോടെ നിലപാടുകളിലൂന്നി നിന്ന് ധീരമായി മുന്നോട്ട് പോകാൻ ഷബാബിനെന്നും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പൊതുസമൂഹത്തിൻ്റെ തിരിച്ചറിവുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മഹാസമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ നിലക്കും ധീരമായ നിലയിൽ മുന്നോട്ട് പോകാൻ എന്നും ഷബാബിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.